അമേരിക്കയിലെ ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്നൊക്കെ നമ്മൾ ഇന്ത്യയിൽ പറയുന്ന പോലെ MP എന്ന് പറയുന്ന പോലെ ഒരു കോൺഗ്രസ് വുമനാണ് ഇൽഹാൻ ഒമർ. അവരൊരു സൊമാലിയൻ ഒറിജിനാണ്. അവർ അമേരിക്കയിൽ വന്ന് നിയമപരമായിട്ടുള്ള കടലാസ് ഉണ്ടാക്കിയത് അവരുടെ സഹോദരനെ വിവാഹം ചെയ്തിട്ടാണ് എന്നാണ് ട്രംപിൻ്റെ ആരോപണം. ആ ഒരു ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ട്രംപ് ഒരു ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനെ നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള JD വാൻസ് ആണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും ഒരു ചെറിയ വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഇവർ ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ട ഒരു ഇതാണ്. അപ്പോൾ പലസ്തീൻ വിഷയത്തിലാണെങ്കിലും അതല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും വിഷയത്തിലാണെങ്കിലും, അതിപ്പോൾ ജോ ബൈഡൻ ആണെങ്കിലും ഒബാമയാണെങ്കിലും കഴിഞ്ഞ ട്രംപ് ഭരണകൂടത്തിലാണെങ്കിലും ഒട്ടനവധി പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിട്ട് അമേരിക്കയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഇറങ്ങിത്തിരിച്ച ഏതാനും ചെറിയ സ്ത്രീകളിലും പെട്ടവരാണ് ഈ പറഞ്ഞ ഇൽഹാൻ ഒമർ. ഇവരോടൊപ്പം തന്നെ പലസ്തീൻ ഒറിജിൻ ആയിട്ടുള്ള റഷീദ തലീബ്, അവർ പലസ്തീനിൽ നിന്നുള്ളതാണ്. അവരുടെ മിഷിഗണിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് വുമനാണ്. പിന്നെയുള്ളത് ഇവരുടെ കൂടെ ചേരുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയിലാണ്. ട്രംപിൻ്റെ പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടി. ഇവരോടൊപ്പം ചേരുന്ന മറ്റൊരു ഇന്ത്യൻ വംശജയുണ്ട്, പ്രമീള ജയപാൽ. അവർ വാഷിങ്ടണിലെ 7th കോൺഗ്രസ് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് കോൺഗ്രസ് വുമനായിട്ട് ഇത് ചെയ്യുന്നത്. അവരത്രയും പ്രക്ഷോഭത്തിനൊന്നും പോകാറില്ല. ഇവർ രണ്ടാൾക്കാർ. പിന്നെ അവരോടൊപ്പം ചേർന്ന ഒരു ന്യൂയോർക്കിലെ ബ്രോങ്സിലുള്ള ഒക്കാസിയോ കോർട്ടസ് എന്ന് പറഞ്ഞൊരു സ്പാനിഷ് വംശജയായ ഇവർ പ്രക്ഷോഭം നയിക്കുക. എന്തെങ്കിലും ഹമാസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തീവ്രവാദികൾക്ക് വേണ്ടിയൊക്കെ പ്രക്ഷോഭം നയിക്കുക. എപ്പോഴും അമേരിക്ക തെറ്റാണ്, മോശമാണ്, ഇതാണ്. അപ്പോൾ ട്രംപ് വന്നതിന് ശേഷം ഇവർക്കറിയാം ഇവരാര് തന്നെയായാലും ഇവരെ ഇഴകേറി പരിശോധിക്കും എന്നുള്ളത് ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രംപ് പലപ്പോഴും അവരൊന്നും അതിനെ ഏറ്റുപിടിക്കാൻ നിന്നില്ല. ഇവരെ വ്യക്തിപരമായി പേരെടുത്ത് കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് ട്രംപ് പേരെടുത്ത് പറഞ്ഞ് ഇതായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കാരണം ഒരു MP അല്ലെങ്കിൽ മെമ്പർ ഓഫ് പാർലമെൻറ്റിന് ഓടിച്ചെന്ന് ഒരു SP-ക്കോ SI-ക്കോ ഒന്നും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് പ്രത്യേകമായിട്ടുള്ള അവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അവരെ പെട്ടെന്ന് ഓടിച്ചെന്നിട്ട് ഒരാൾക്ക് അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് അതിന് ഭയങ്കര നിയമപരമായ പരിരക്ഷയുള്ളവരാണ് ഈ നമ്മുടെ നാട്ടിലെ പോലെ ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റ് പോലെ തന്നെ കോൺഗ്രസ് വുമൻ. അപ്പോൾ ട്രംപ് അതിനു വേണ്ടി അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് സ്വന്തം വൈസ് പ്രസിഡൻ്റായിട്ടുള്ള JD വാൻസിനെ തന്നെ ഈ ഒരു കർമ്മത്തിന് വേണ്ടിയിട്ട് നിയോഗിച്ചിരിക്കുകയാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ട്രംപ് പറയുന്നത് സ്വന്തം സഹോദരനെ വിവാഹം ചെയ്ത് വന്നിരിക്കുന്നു. സൊമാലിയ പോലെയുള്ളൊരു രാജ്യത്ത് അവിടെ നിയമവ്യവസ്ഥയില്ല, പട്ടാളമില്ല, ഒന്നുമില്ല. എല്ലാം അധപതിച്ച് കിടക്കുന്ന ഒരു നാട്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്നും വന്ന് സ്വന്തം സഹോദരനെ വിവാഹം ചെയ്ത് ഈ നാട്ടിൽ വന്ന് എല്ലാവരെയും കബളിപ്പിച്ചിട്ട് ഈ നാട്ടുകാരെ പഠിപ്പിക്കുകയാണ് അമേരിക്കയിലെല്ലാം മോശമാണ്, ഇവിടുത്തെ ജനാധിപത്യം മോശമാണ്, ഇവിടെ മനുഷ്യാവകാശമില്ല. ഇവർ വരുന്ന നാട്ടിൽ മുഴുവൻ ക്രിസ്ത്യാനികളെയും ന്യൂനപക്ഷങ്ങളെയും കൊന്നൊടുക്കാണ് സൊമാലിയ പോലെയുള്ള രാജ്യങ്ങളിൽ. അവസാനം UN അവരൊക്കെ ഇടപെട്ടാണ് ഇവരെ ഒരു പരിധിക്കുള്ളിൽ വരുന്നത്, കൊണ്ടു നടക്കുന്നത്. അതാണ് അവിടുത്തെ സ്ഥിതി. സൊമാലിയ പോലെയുള്ള രാജ്യങ്ങളിൽ, നൈജീരിയയിലൊക്കെയുള്ള കഥകൾ നമുക്കറിയാവുന്നതാണ്. അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെയും ഇസ്ലാം അല്ലാത്ത ക്രിസ്ത്യാനികളെ എല്ലാവരെയും അവർ കൊല്ലും. അവർക്ക് അവസരം കിട്ടി അവർ കൊന്നിരിക്കും. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നിന്ന് വന്നിട്ട് അമേരിക്കയോട് പറയാണ് ഇവിടെ ജനാധിപത്യം മോശമാണ്, ഇവിടുത്തെ മനുഷ്യാവകാശം ഇവർക്ക് വേണ്ടത് 1400 വർഷം മുമ്പ് കല്ലും മണ്ണായിട്ട് കിടക്കുന്ന മരുഭൂമിയാണ് ഇവർക്ക് പറ്റുള്ളൂ. ഇവർക്ക് സംസ്കാരം, സിവിലൈസേഷൻ എന്നുള്ളത് ഇവർക്ക് പറ്റില്ല, മിണ്ടുന്നില്ല. റഷീദ തലൈപ്പൊക്കെ എന്തുമാത്രം ഒച്ചമ്പാളം ഉണ്ടാക്കിയിരുന്നാന്നറിയോ? അവർക്കറിയാം പണി വരുന്നുള്ളത്. ഇരിക്കണത് നമ്മുടെ നാട്ടിൽ പണ്ട് ഈ സംഘമിത്രങ്ങൾ പറയാറുണ്ട്, ആണൊരുത്തൻ നിവർന്നു നിന്ന ഇവനൊക്കെ തലമടക്കി പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആണൊരുത്തൻ ട്രംപ് അങ്ങോട്ട് നിവർന്നു നിന്നു. ഇപ്പോൾ ഈ ഇറാൻ യുദ്ധം നടക്കുന്ന വേളയിലാണ് ട്രംപ് ഇതിനു വേണ്ടി ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് അവർ ഡീപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. ട്രംപ് തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇവർ ഡീപ്പോർട്ട് ചെയ്യും. ട്രംപ് ചോദിക്കുന്ന ഉദാഹരണം, ഡൊണാൾഡ് ട്രംപ് ഒരു വെള്ളക്കാരൻ എന്ന നിലയിൽ എൻ്റെ സഹോദരിയെ വിവാഹം ചെയ്ത് ഈ നാട്ടിൽ കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ 2 മണിക്കൂറിൽ തന്നെ കയറ്റി അയക്കും.
ഇവർ പലതരം സംരക്ഷണങ്ങൾ ഇതിക്കുള്ളിലും അവരുടെ ന്യൂനപക്ഷം എന്ന ആ ഒരു ലേബിളിനുള്ളിലും ഒളിച്ചിരുന്നിട്ട് ഈ കാപ്പട്യം ചെയ്തിട്ട് ഇതിന് വേണ്ടിയിട്ട് ചുക്കാൻ പിടിച്ച് കൊടുത്ത ഒബാമയും ബൈഡനും ഒക്കെ പാടിയുള്ളവർ എന്ത് ചെയ്തു? കാരണം അവരൊരു സാധാരണ സ്ത്രീയല്ല, കോൺഗ്രസ് വുമനാണ്. ഒരു കോൺഗ്രസ് വുമന് വളരെ അധികാരപരിധി ഉണ്ട്. നമ്മുടെ നാട്ടിലെ എം പിക്ക് ഒരു അധികാരപരിധി ഉള്ള മാതിരി ഇവർക്കും വളരെ അധികാരപരിധികളും സംരക്ഷണമുണ്ട്. അത് ദുർവിനിയോഗം ജീവിതത്തിൽ പല സാഹചര്യങ്ങളും ആൾക്കാർ പലതരത്തിലുള്ള അതെല്ലാവരും നമ്മളിപ്പോൾ നിങ്ങളിൽ തെറ്റ് ചെയ്യാത്തവൻ കല്ലെറിയത്തെ എന്ന് പറഞ്ഞ മാതിരി ഇപ്പോൾ ആ സ്ത്രീ അങ്ങനെ ചെയ്യും. എന്നിട്ട് വന്നിട്ട് എല്ലാത്തിനും മുടക്കി വയ്ക്കുക, അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനും നശിപ്പിക്കാനായിട്ടുള്ളൊരു ആഹ്വാനം കൊടുക്കാം. ഇപ്പം യൂറോപ്പിലും യു കെയിലൊക്കെ മാഞ്ചസ്റ്ററിലൊക്കെ അയത്തുള്ള കമ്പനിക്കും ഒക്കെ വേണ്ടിയിട്ട് ഇറാന് വേണ്ടിയിട്ടൊക്കെ അവിടെ ഇത് ജാഥ നടക്കുന്നുണ്ട്. ഇവിടെ ഒരെണ്ണം പുറത്തിറങ്ങിയിട്ടില്ല. ഒരു പ്രതിഷേധവും ഒന്നുമില്ല ആർക്കും. കാരണം അവർക്ക് അറിയാം താടിയുള്ളപ്പനെ പേടിയുണ്ട്. അതിനാണ് ട്രംപിനെ പോലെയും നെതന്യാഹുവിനെ പോലെയും മോദിയെ പോലെയുള്ള അന്തസ്സുള്ള ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, കാട്ടർബികളുടെ വിശ്വാസത്തിലല്ല, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന നേതാക്കന്മാർ വരുമ്പോൾ അടിക്കിട്ടെന്ന് പറഞ്ഞാൽ പതറും. സാത്താനിക മതങ്ങളും സാത്താനിക വിഭാഗങ്ങളും തല താഴ്ത്തിയിരിക്കും. അതിനുദാഹരണം അവർ കാണിക്കട്ടെ, അമേരിക്കയിൽ അവർ കാണിക്കില്ല. കാരണം ഇപ്പോൾ ഒരു തന്നെ കയറ്റി വിട്ടുവിടുന്ന ഗ്രീൻ കാർഡ് ഉള്ളവനായിരുന്നു അവൻ. ഈ മറ്റേ ഹമാസിനെ അവിടെ ബോംബ് ചെയ്ത് കൊല്ലണ സമയത്ത്, പലസ്തീനിൽ ബോംബ് ചെയ്ത് കൊല്ലണ സമയത്ത് ഇവിടെ ഒരു പ്രക്ഷോഭം നടത്തി. ബൈഡൻ ആയിരുന്നു ഭരണത്തിൽ. ഇത് കൊളംബസ് യൂണിവേഴ്സിറ്റി, അവിടെ ഒരു 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 ഇസ്ലാമിക വിഭാഗത്തിലുള്ള തലപ്പത്തിരിക്കുന്ന ആൾ കൊളംബിയ യൂണിവേഴ്സിറ്റി, UCLA, ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ടെൻ്റ് അടിച്ചിട്ട് ഇത് മറ്റേ ടെൻ്റ് അടിച്ച് ആകെ നശിപ്പിച്ച് ആ യൂണിവേഴ്സിറ്റി, അതേ ഭംഗിയുള്ളൊരു യൂണിവേഴ്സിറ്റിനെ നശിപ്പിച്ച് ടെൻറ്റുകൾ അടിച്ചിട്ട് സമരമാണ് അത്രേ. ഒപ്പം ഇവിടുത്തെ കുറേ ആണും പെണ്ണും അല്ലാത്ത നടക്കുന്നൊരു വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാരെയും കൂട്ടി അവർ പ്രക്ഷോഭത്തിന് ഇറങ്ങിയിരിക്കുകയായിരുന്നു. ട്രംപ് വന്നു, ഒരെണ്ണത്തിനെ കാണാനില്ല. എന്തുമാത്രം അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ താഴ്ത്തിയവർ ഡിലീറ്റ് ചെയ്തു. ഒപ്പം തന്നെ ഈ ടെൻറ്റുകൾ അയച്ചു അവർ ഒളിച്ചു. കുറേ ആൾക്കാർ രാജ്യം വിട്ടു പോയി. കാരണം പിന്നീട് ട്രംപ് പോകുമ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാമെന്നുള്ളതില്ല. കാരണം അവർ ആ ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ വന്നവരാണ്. സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ടാണ് ഈ പ്രക്ഷോഭങ്ങൾ കാണിക്കുന്നത്. അപ്പം ഇത് ഇന്ന് വ്യക്തമായിട്ട് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്, JD വാൻസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇൽഹാൻ ഒമറിനെയും. പിന്നെ റഷീദ തലീബയ്ക്കെതിരെ അദ്ദേഹം തിരിഞ്ഞിട്ടില്ല. അവർ പലസ്തീൻ ഒറിജിൻ ഇവിടെ ബഹളമായാണ് പറയണത്. അമേരിക്ക മോശമാണ്, അമേരിക്കയുടെ അത്ര വൃത്തിയായിട്ട രാജ്യമില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോൺഗ്രസ് വുമനാണ്. അപ്പം കാര്യങ്ങൾ എവിടെ വരെ എത്തും എന്നുള്ളതിനെക്കുറിച്ചാണ് അമേരിക്ക നോക്കിക്കാണുന്നത്. ജനാധിപത്യത്തിനെയും അട്ടിമറിക്കാം. അവർക്ക് വേണ്ടത് ഇസ്ലാമിക ഭരണം, ശരീഅത്ത് നയമാണ്. അത് നടക്കില്ല എന്നുള്ളത് ട്രംപ് പോയി കഴിയുമ്പോൾ വേറെ ആരെങ്കിലും, ഇപ്പോൾ JD വാൻസിന് പോലും അതിനുള്ളൊരു കഴിവുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അത് ഇപ്പം ചിലർ ജനിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ട്രംപും മോഡിയും നെതന്യാഹുവൊക്കെ ജനിക്കുന്നത് ചില കാര്യങ്ങൾ. എന്തിന് പുടിൻ, ഷീ ജിൻപിങ് ഇവരൊന്നും ഈ വക കളിക്കുക, അവിടെയൊന്നും പോയി കളിക്കാൻ പറ്റില്ല. കാരണം അവിടെയൊക്കെ അവരുടെ പരമാധികാരമാണ്. അപ്പം ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ വന്ന് ആവുന്നത്ര അലമ്പുണ്ടാക്കുക, ജനാധിപത്യത്തിന് അട്ടിമറിക്കുക. യൂറോപ്പ് കഴിഞ്ഞു. യൂറോപ്പ് ശരീഅത്ത് നിയമത്തിലേക്കായി. പ്രത്യേകിച്ച് UK എന്ന് പറഞ്ഞ പരിപാടി തീർന്നു. മറ്റ് സ്ഥലങ്ങളിൽ തിരിച്ചുവരവാണ് നമ്മൾ കാണുന്നത്. ചില യൂറോപ്യൻ രാജ്യങ്ങൾ, ഇറ്റലി, മെലാനിയൊക്കെ വന്നിട്ട്, പിന്നെ ഇവിടെ ജർമ്മനിയിൽ മറ്റേ പുതിയ പ്രസിഡന്റ് ഫ്രെഡറിക് മേഴ്സ് എന്ന് പറഞ്ഞ വ്യക്തിയും ഇതിനോട് അധികം അധികം കെണിയിൽ പെട്ട് കിടക്കുന്നത് UK കീർ സ്റ്റാർമർ, പിന്നെ മറ്റേ ഇമ്മാനുവൽ മാക്രോണൊന്നും ഇഷ്ടമുണ്ടായിട്ടല്ല, എന്നാലും പെട്ട് കിടക്കുകയാണ് ഇതിലൊക്കെ. ഇതൊക്കെയാണ് ഇന്നത്തെ വാർത്തകൾ.